നമസ്കാരം, കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നു പോകുന്നത്. മന്ത്രവാദവും ചികിത്സയും നടത്തുന്ന വടകര തങ്ങൾ, പന്തലായനിയിൽ ദേവി ദേഹത്തു കയറുന്ന രാധ, പന്തീരങ്കാവിന് സമീപമുള്ള ഷാജിസ്വാമി എന്നിവരാണ് ഈ എപ്പിസോഡിൽ. ഇതിൽ വടകര തങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞയാളാണ്. കോടികളുടെ സമ്പത്തുള്ള തങ്ങൾ വളരെ വിപുലമായാണ് വിശ്വാസചൂഷണം നടത്തുന്നത്. വടകരയിലെ പ്രധാന നിരത്തിന് സമീപം തന്നെയാണ് സയ്യിദ് മഷ്ഹൂർ കുഞ്ഞിക്കോയ തങ്ങളുടെ താമസം. പാരമ്പര്യമായി ഇതുതന്നെയാണ് തൊഴിലെന്നതിനാൽ വടകര തങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ആരും വഴി കാണിച്ചു തരും. മന്ത്രവാദവും ചികിത്സയുമൊക്കെയാണ് കുഞ്ഞിക്കോയ തങ്ങൾ ചെയ്യുന്നത്. ഒരേ വളപ്പിൽ തന്നെ നിലകൊള്ളുന്ന പടുകൂറ്റൻ മണിമാളികകൾ തങ്ങളുടെ സമ്പത്ത് വിളിച്ചോതുന്നു. രാവിലെ 9 മണിയോടെ തങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നിരവധി ആളുകൾ തങ്ങളെ കാത്തിരിക്കുന്നു. ഏറെയും സ്ത്രീകളാണ്. മണിക്കൂറോളം സ്വര പറഞ്ഞിരുന്നത് ശരിയുമ്മ. ഒരു വെയിലത്തും പതിമഴയത്തും കടയിലിരിക്കണ പൊന്നുമ്മ. പലരുടെ വാക്കും പതിവായി കേൾക്കണ തിരക്കില്ലാത്തൊരു ചെറിയുമ്മ. മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിലിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ. മണിക്കൂടാതര മണിക്കൂറോളം സ്വര പറഞ്ഞിരുന്നത് ശരിയുമ്മ. ചെല്ലുമ്പോൾ തന്നെ പേരെഴുതിക്കണം. സഹായി വിളിക്കുന്നതിനനുസരിച്ചാണ് പ്രവേശനം. ഇതിനു പുറമെ ഇവിടെ ഫാർമസിയിലും മറ്റുമായി നിരവധി ജീവനക്കാരെ കണ്ടു. തട്ടിപ്പിനിരകളാകുന്ന ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഒതുക്കാനായും കുറച്ചുപേരെ തങ്ങൾ തീറ്റിപ്പോറ്റുന്നുണ്ടെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനായത്. സമീപമുള്ള മണിമാളികയിൽ തങ്ങളുടെ മകനാണ് ആളുകളെ നോക്കുന്നത്. കാത്തിരുന്ന് മുഷിയുന്നവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവും ഇവിടെയുണ്ട്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം വൈകിട്ട് 3 മണിയോടെയാണ് ഞങ്ങൾക്ക് തങ്ങളുടെ അരികിലെത്താനായത്. ബിസിനസ് നഷ്ടത്തിലാണെന്നും അസ്വസ്ഥതയാണെന്നുമൊക്കെയുള്ള കളവുകളാണ് ഞങ്ങൾ തങ്ങളോട് പറഞ്ഞത്. കച്ചവടം എങ്ങനെയുണ്ട്? നടക്കുന്നില്ല അല്ലെ? ഉമ്മ ഉണ്ടോ ഒന്നിച്ച്? വീട്ടിലുണ്ട്. നമ്മളൊന്നിച്ച് തന്നെ നമ്മൾ എല്ലാരും കൂടി പേരെന്താ? അമ്മാന്റെ പേര് ഫാത്തിമ. ബാപ്പുണ്ടോ? മോന് ബാപ്പുണ്ടോ? ഉണ്ടോ? എന്താ പേര്? മുഹമ്മദ്. വേറൊരാളെടുത്ത് പോയിട്ട് എന്തൊരു സാധനം തന്നിരുന്ന? ഒരു ചരട് ഇവിടെ ഉള്ള ഇതുണ്ടോ? ശരിയാക്കി തരാം കേട്ടോ. കുറച്ച് പൈസ കിട്ടിയിരുന്നല്ലോ. ഇല്ല, അത് കിട്ടാൻ ബാലൻസ് നിൽക്കാൻ തരാന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഒരു കമ്മീഷന്റെ 4 രൂപ അടുത്തുണ്ട്. പകുതി തന്നിരുന്നാ? ഇല്ല, ഒന്നും തന്നില്ല. പേരെന്താ? തെരഞ്ഞെന്റെ നിയാസ്. നിയാസ് നിയാസ്. കഴിവുള്ളവനാണോ? പിന്നെ പൈസ തരാൻ കഴിവുള്ള ശരിയായി തരാം കേട്ടോ. ജോലിക്കൊന്നും വേണ്ട. പ്രശ്നം പൈശാചികമാണെന്ന് തങ്ങൾ ഉടൻ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടെത്തി. തങ്ങൾ തരുന്ന കുറിപ്പ് ഫാർമസിയിൽ കാണിച്ച് വിശദാംശങ്ങളൊക്കെ അറിയണം. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതത്തെ കാണിക്കാം ഞങ്ങള്, ഭൂതത്തെ കാണിക്കാം. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ തേവ് ഉറുക്ക് തരും. ഒരു അതിന് ഉറുക്ക് നീതിക്ക് ഇതാണ്. ഒരു ദിവസം ഒന്നെടുക്കുക. അതിന്റെ കൂടെ കുറച്ച് കടുക്, കുറച്ച് ചുവപ്പ് നൂല്, നിങ്ങളെ തലേന്ന് 2 മുടി കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം ഭാര്യ കയ്യിൽ വെച്ചിട്ട് 24 പ്രാവശ്യം കൊളുത്തുക. സുഹൃത്ത് മന്ത്രിച്ച് നിങ്ങളെ മക്കളൊക്കെ തല ഉയ്യാ ഈ കണലിടുക. അപ്പൊ അതിനൊരു പുക വരും. ആ പുക എല്ലാവരും മുഖത്ത് കൊള്ളുക. അങ്ങനെ 7 ദിവസം ചെയ്യാം. 8ാം ദിവസം ചട്ടിയും കരി ഒഴുക്കി കളയാം. കറികൾക്ക് അങ്ങനത്തെ ഒരു ചട്ടി വാങ്ങിയാൽ മതി. ഒന്ന് 7 ദിവസം അതിൽ മന്ത്രിച്ചിട്ട് പുക ഉണ്ടാൽ മതി. 7 ദിവസം കഴിഞ്ഞാൽ ചട്ടിയും കരി ഒഴുക്കി കളയാം. പിന്നെ ഈ തിരി കയ്യിൽ വെച്ച് യാസിന് ഊതുക. മുമ്പിലെത്തുമ്പോൾ തല ഒഴിഞ്ഞ് തലയിൽ ഊതുക. 7 ദിവസം കഴിഞ്ഞാൽ തിരി വീട്ടിന്റെ മുറ്റത്ത് കുഴിച്ചിടുക. കച്ചവടത്തിനാണ് പ്രശ്നമെങ്കിലും തങ്ങൾ മരുന്ന് കുടിപ്പിച്ചാണ് അത് മാറ്റുക. പണച്ചെലവ് അല്പം കൂടുതലാണെന്ന് മാത്രം. മരുന്നുണ്ട്. മരുന്നിന് 1200 സെൻറ്റല്ലേ ഉണ്ടാവും. പിന്നെ 7 ദിവസം മന്ത്രി കണ്ട 250 ഉണ്ടാവും. മരുന്ന് അസുഖമൊന്നുമില്ല. കച്ചവടത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കൊയിലാണ്ടിക്കടുത്തുള്ള പന്തലായനിയിൽ രാധ എന്ന സ്ത്രീയുടെ ക്ഷേത്രത്തിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെല്ലുന്ന സമയം രാധയുടെ ക്ഷേത്രത്തിൽ പുല കാരണം പ്രവചനവും പ്രത്യേക പൂജകളുമൊന്നുമില്ലായിരുന്നു. ഉത്സവത്തിനു ശേഷമേ ഇനി പരിപാടിയുള്ളെന്ന് അവർ പറഞ്ഞു. എന്താണെന്നെങ്കിലും നമുക്ക് നോക്കി ഇപ്പം അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ സുമാർ പറഞ്ഞൂടാ. അത് അമ്മ വരണം, അറിഞ്ഞു വരണം. വർഷങ്ങളായി രാധ പ്രവചനവും ബാധയൊഴിപ്പിക്കലുമൊക്കെ നടത്തുന്നുണ്ട്. വീടിന് സമീപമാണ് ഇവർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയ ശേഷമാണ് രാധ ദിവ്യയായത്. ദേവി ദേഹത്തു കയറുന്നതിനെക്കുറിച്ചൊക്കെ അവർ വിശദമായി പറഞ്ഞു. 10-12 വയസ്സിൽ ഞാൻ തുടങ്ങി. ചെറുപ്പത്തിൽ തുടങ്ങിയിരിക്കുന്നവർ. എൻ്റെ ജന്മം ഇതായില്ലല്ലോ. കഴിഞ്ഞ ജന്മം പുരുഷനാണ്, ഇത് സ്ത്രീ ആയിട്ടാണ്. അത് ബ്രാഹ്മണ ഇതിലാണ് പറയും. സ്വർണ്ണ പ്രശ്നം 6 സ്വർണ്ണ പ്രശ്നം കാണുന്നത്. 25-3 വയസ്സുള്ളവരാണ് പുറത്തേക്ക് അറിഞ്ഞത്. ഇതിങ്ങനെ ദേവി ദുർഗാദേവിയാണ്. ദുർഗയുണ്ട്, കൊടുങ്ങല്ലൂരമ്മയുണ്ട്. ഇതൊന്നല്ല, വെട്ടും ചെലിക്കൊക്കെ ഉണ്ടാവും. അമ്മാന്ന് കൂപ്പിടവാ ആത്താന്ന് കൂപ്പിടവാ, അമ്മാന്ന് കൂപ്പിടവാ ആത്താന്ന് കൂപ്പിടവാ, എന്നാന്ന് കൂപ്പിടട്ടും എന്തായേ കരുമാറി. ആദ്യം ഞാൻ എൻ്റെ ഭർത്താവ് ചായപ്പൊടിയെ പോകുക. ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് ജീവിച്ചു പോകണ്ട. പിന്നെ വന്നെല്ലാം കൂടി എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ പൊരയെടുത്ത് താമസിച്ചതാണ്. അങ്ങനെയൊന്നും ഇല്ല, ആർക്കും ബുദ്ധിമുട്ടായി. പിന്നെ എന്താ ഒരു ചെണ്ടപ്പുറത്ത് എവിടെയും കോലിട്ടൂടാ. അത് കേട്ടാ അന്നേരം എടുത്തടിക്കും. അങ്ങ് പോകും. ശാരിയാവിലൊക്കെ പോയി ശാരിയാവിലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. മുൻപ് ഡിവൈഎഫ്ഐക്കാർ സമരത്തിനു വന്നപ്പോൾ നേരിട്ടതിനെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നത് കേൾക്കേണ്ടത് തന്നെ. രാഷ്ട്രീയക്കാർ വന്നിട്ട് ഇവിടെ ദേവന്മാരെയൊക്കെ എടുത്തില്ലേനോ അടിച്ചു പൊളിച്ചിട്ട്. അങ്ങനത്തെ ഒരു വന്നിട്ട് അമ്മ പറഞ്ഞിട്ട് 1 മാസം മുന്നേ എന്നോട് പറഞ്ഞ് ഇവിടെ എല്ലാം തല്ലി പൊളിക്കുന്നു. അപ്പോൾ 1 മാസം മുന്നേ എന്നോട് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ആരും ഭയപ്പെടണ്ട, പ്രശ്നം അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. ഒരു ദിവസം ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ പറയുക. ആടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം തൊട്ട് ദേവാലയങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഒരു 35-40 ആൾ വന്നിട്ട് പെണ്ണുങ്ങൾ കുറച്ചാണുങ്ങൾ വന്ന് ഇടയിൽ നിന്ന്. പിന്നെ ഇതിലും കുറച്ച് വൈകി പിന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ക്ഷേത്രം വഴിയിൽ വരാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരും, ഇവിടത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യാം. അത് എന്നോട് അമ്മ പറയുകയും ചെയ്തില്ല ഇറങ്ങണ്ട. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇറങ്ങി. അമ്മ പറഞ്ഞ വാക്ക് ധിക്കരിച്ച് വെച്ചു. ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഇപ്പം 2 പെണ്ണുങ്ങളതിൽ നിന്ന് ഒരു വർത്താൻ പറഞ്ഞു. അപ്പോൾ അമ്മ ചാടി പുറത്ത് വന്നു. ചാടി പുറത്ത് വന്ന് 35 ആൾക്കാർ അടിച്ച് പൊളിച്ച് പോയി അറിയില്ല. അമ്മാന്ന് കൂപ്പിടവാ ആത്താന്ന് കൂപ്പിടവാ. 18ാമത്തെ ദിവസങ്ങൾക്ക് പറഞ്ഞാൽ പോദിക്കൽ പോലെ പൊരേൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എനിക്ക് ആരാ സംഭവം ഒന്നും അറിയില്ല. ഇന്ന് വരെ ആളെ പിടുത്തം കിട്ടിയിട്ടില്ല. ടൂറിന് വന്നതാണെന്നും കൂട്ടത്തിലൊരാൾക്ക് പേടി കിട്ടിയെന്നുമാണ് ഞങ്ങൾ രാധയോട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു ചരട് കൊണ്ടു തന്നാൽ തൽക്കാലം ഞാനൊരു ചരട് കൊടുത്തിട്ട് ഒരാൾക്കും ചെയ്യാം. അങ്ങനത്തെ രാത്രി ഒന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ ആക്കി തരാം. തൽക്കാലത്തേക്ക് അവർ ചരട് പൂജിച്ചു തന്നു.
വീണ്ടും വന്നാൽ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു തരും. ട്രാഫിക്കിന് മറ്റേ സാന്നിധ്യം ഒന്നും ഉണ്ടോ? കൂടെ ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പറയണ്ട. എന്തൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിപ്പോ നല്ല എന്തൊക്കെ ഉണ്ട്. ഇതിനിങ്ങനെ കടക്കം തരാം. ഇനിയൊരു വിഷമമില്ല. നിങ്ങൾ മൂപ്പറ നിങ്ങൾ വീട്ടിലെത്തിച്ചോളി. അതിലടക്കം ഇവിടെ കിട്ടിയത് ഒരു പ്രശ്നം ഉണ്ടാവും. അധികം ഉണ്ടെങ്കിൽ 15 കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. ഇനിയിപ്പം 15-ന് അങ്ങോട്ടേ ഉണ്ടാവും. അന്നേരം നിങ്ങൾ വരികയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നമ്മ പറയൂ. അമ്മാന്ന് കൂപ്പിടവാ ആത്താന്ന് കൂപ്പിടവാ എന്നാന്ന് കൂപ്പിടട്ടു എന്തായേ കരുമാറി. പന്തീരങ്കാവ് പാറക്കുളം റോഡിലെ ഇല്ലുവാതിൽ പുൽപ്പറമ്പിൽ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. വളർന്നുവരുന്ന ആൾദൈവമായ ഷാജിസ്വാമിയാണ് ഇവിടുത്തെ അമരക്കാരൻ. ഒരു സുഖം ഒരു മനസുഖം. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ഷാജി പാരലൽ കോളേജിൽ അധ്യാപകനും മറ്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 16 വർഷം മുൻപാണത്രേ ഈ സിദ്ധി ലഭിക്കുന്നത്. താടിയും മുടിയിൽ ജടയുമൊക്കെ ആയതോടെ ഷാജിസ്വാമിയെ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. അതോടെ വീടിനു സമീപം ക്ഷേത്രം നിർമ്മിച്ചായി പരിപാടി. ഷാജിയുടെ സഹോദരനാണ് ക്ഷേത്ര നടത്തിപ്പിലെ സഹായി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സ്വാമി വിശ്വാസികൾക്ക് ദർശനം നൽകും. ആദ്യമായി എത്തുന്നവരും നിർബന്ധമായും ഈ ദിവസങ്ങളിലാണ് വരേണ്ടത്. ആദ്യ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ ദർശനം ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച വരാൻ പറഞ്ഞ് ഷാജിയും സഹോദരനും ഞങ്ങളെ മടക്കി അയച്ചു. കൃഷ്ണദേവരായലിനെ മിഞ്ചിപ്പോയാടേ. ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പറയാനൊന്നും പറ്റില്ല. ഇല്ല അത് വെച്ചാല് നിങ്ങള് ആദ്യമായിട്ട് വരുന്ന ആരായിരുന്നാലും ചൊവ്വയും വെള്ളിയും ദിവസം വരണം. എന്നിട്ട് വന്നിട്ട് ഇട ദിവസം നിങ്ങൾക്ക് രാവിലെ 9:00-ന്റെ ഉള്ളിൽ വന്നാല് നിമിത്തം പറയാം. അത്രേ ഉള്ളൂ. 9:00 കഴിഞ്ഞാൽ പിന്നെ പറയും. നാളെ ഇടയ്ക്ക് 9:00 ആവും. വെള്ളിയാഴ്ച രാവിലെ തന്നെ എത്തിയപ്പോൾ ഏതാണ്ട് 60-ലധികം പേർ ഷാജിസ്വാമിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഊഴമെത്തിയപ്പോൾ ഞങ്ങൾ സ്വാമിയുടെ അരികിലെത്തി. ആദ്യം സ്വാമി പേരും നാളുമൊക്കെ ചോദിച്ചു. പിന്നെ പൂജാമുറിയിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. എൻ്റെ പേര് ഷഹീർ. പൂരം അമ്പലത്ത് വീട്ടിൽ. പ്രത്യേക പീഠത്തിൽ മെതിയടിയൊക്കെ ധരിച്ചാണ് സ്വാമി ഇരിക്കുക. കണ്ണും പൂട്ടി കാര്യങ്ങൾ തട്ടിവിടുന്ന ആസ്വാമിയാണ് ഷാജി എന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. ഒരു സുഖം ഒരു മനസുഖം.
ശാസ്ത്രമൂർത്തിയും പറക്കുട്ടി ബന്ധത്തിലും പ്രാർത്ഥന ബന്ധം ചെയ്ത് മറിച്ചുകൊണ്ട് അന്വേഷിച്ച് കെട്ടിച്ച രൂപത്തിലുള്ള സ്ത്രീരൂപങ്ങളും പുരുഷനും കൂടെ ബന്ധനം ചെയ്ത് കർമ്മസ്ഥലത്ത് മുടക്കം വേണ്ടി ചേരാനും ധനവെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാനും അവർക്ക് നിമ്മടി കിടക്കുന്ന സ്ഥാനത്ത് നിലനിൽക്കുന്ന വഴി തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടോ കുടുംബങ്ങളും താനെ തെളിഞ്ഞു വരുമ്പോഴേക്ക് അപവാദബന്ധമാക്കി ചൊല്ലി വരാൻ വേണ്ടിയിട്ടോ ബന്ധങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയിട്ടും വെല്ലുചിട്ട രൂപമുള്ള കുടുംബത്തിൽ നിന്ന് അന്യരൂപങ്ങളും ശത്രുപാടുകളായിട്ട് വന്നിട്ടുള്ള കർമ്മത്തിലും കുടുംബത്തിലും ബന്ധനത്തിലാണല്ലോ നിൽക്കുന്നത്. ആണ് ഇരിക്കപ്പെടുന്നവർക്ക് നിമ്മടിക്കുന്ന രൂപം ചൊല്ലപ്പെടുന്നവരിലൊക്കെ മറിഞ്ഞിപ്പോകണം എന്നുള്ളതാണല്ലോ. കുടുംബ ശരിയായ രൂപങ്ങൾ മറിഞ്ഞു പോകാനുള്ള ഇരിക്കപ്പെടുന്ന രോഗമുണ്ട് അപകടങ്ങൾ പെണ്ണ് ചേരാൻ വേണ്ടിയിട്ട് അപകടം പറ്റി മറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ബന്ധിച്ചിരിക്കുന്നുള്ള പൂജകളുടെ പേരിൽ പണം തട്ടാൻ മാത്രമുള്ള ദോഷങ്ങളൊക്കെ ഷാജിസ്വാമി അടിച്ചുവിടും. ഒരു സ്ത്രീരൂപത്തിലെ ശത്രുദോഷം കൂടി നിൽക്കുന്ന രൂപമാണല്ലോ കാണുന്നത്. അതിന്റെ കൂടെ പുരുഷരൂപങ്ങൾ ഓതിക്കെട്ടി ബന്ധിച്ച് മറിച്ചിട്ടുണ്ടല്ലോ. ശാസ്ത്രമൂർത്തിയിൽ ബന്ധനം ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാം പൂർണ്ണ രൂപത്തിൽ വരാത്തമാരില്ലോ. ചേക്കുട്ടി പാപ്പമൂർത്തിക്ക് ബന്ധനം ചെയ്ത് വെച്ചമാരുണ്ടല്ലോ. കർമ്മസംബന്ധത്തിലുള്ള ശത്രുദോഷങ്ങളും കുടുംബബന്ധത്തിലുള്ള ശത്രുദോഷങ്ങളും ബന്ധനത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആ ബന്ധനങ്ങളാണ് നമ്മുടെ ദേഹത്ത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മനസ്സും ശരീരവും മറിഞ്ഞു പോകണമാരി ഉണ്ടാവുന്ന കാണുന്നുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടും കൂടെ ഇനി വരാനുണ്ട്. അതൊരു അപകടമാണ് വരുന്നത് കേട്ടോ. ഒരു അപകടം പറ്റിപ്പോകുമ്പോൾ ദേഹത്തുള്ള മൂർത്തിയാണ് അപകടമാക്കി മക്കാതെ കേട്ടോ. നിങ്ങൾ നിലനിൽക്കരുതെന്ന രൂപത്തിലേക്ക് ബന്ധിച്ചമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്നാൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. ശത്രുദോഷമാണ് മുന്നിൽ വരുന്നത്. അത് ബാധയെ പോലെ ദേഹത്ത് ബാധിച്ചു പോയിട്ടുണ്ട്. ആ ബാധാരൂപത്തിന്റെ ബന്ധത്തിൽ ഒരു മൂർത്തി രൂപമായിട്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങളെ കുണ്ടോണമായി ഉണ്ടാവും. പല ഭാഗങ്ങളായിട്ട് മറിഞ്ഞു പോകും കേട്ടോ. എല്ലാം മാറ്റത്തിന് വേണ്ടി ഇവിടെ കുട്ടിച്ചാക്കാൻ വേണ്ടി സങ്കല്പിച്ച് പോയിക്കോളൂ കേട്ടോ. മാറ്റാക്കി നിർത്തി തരാൻ വിളിച്ചിറങ്ങിക്കോളൂ. ചെയ്ത ആള് ഞങ്ങൾ പറയൂല. സ്ത്രീയും പുരുഷനാലും ശത്രുബാധകളെ കാണുന്നുണ്ട് എനിക്ക്. പക്ഷെ നിങ്ങളുടെ ദേഹത്ത് നല്ല സാധനത്തിന് ജസ്റ്റ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ അറിയേണ്ടതിന്റെ രൂപത്തിന്? ഇല്ലാത്ത അനുജനെ കാണാനില്ലെന്ന കളവ് ഞങ്ങൾ സ്വാമിയോടും പറഞ്ഞു നോക്കി. അനുജനെ ആരോ കെട്ടിത്താഴ്ത്തിയതാണത്രേ. ഒരു അറിവില്ല പുള്ളി ഉണ്ടോ ഇല്ലയോ, ജീവിച്ചിട്ടുണ്ടോ പോലും അറിയില്ല. നാളെ ചോദിക്കരുതുണ്ട്. ആളുണ്ടെന്ന് പറയാൻ പാടില്ല. രാശി കാണുന്നില്ല. ആളുണ്ട് എന്നുള്ളതേ രാശി കാണുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കാണുന്നു. നിങ്ങളെ ആരാ? അതിന് രാശി നിങ്ങൾക്ക് അങ്ങനെയാ തെളിഞ്ഞ് കാണിച്ചത്. നമ്മൾ സത്യം പറയാതെ പാടില്ല. എന്നൊരു ദിവസം കണ്ടേ പറയണം. അപ്പോൾ ഇങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. തെളിഞ്ഞില്ലാത്ത ആളാണെങ്കിൽ ആള് മറിഞ്ഞ് നിന്നാൽ ആയുധം ദോഷം ഉണ്ടോ ഒന്ന് കെട്ടിക്കാത്തി ദോഷങ്ങളും ഉണ്ടെന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള രോഗമാണ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ദയമായി തന്നെ ഒരു ദിവസം വന്ന് നോക്കിയാലേ നമുക്ക് അതിന് പൂർണ്ണ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ദോഷങ്ങൾക്ക് പരിഹാരമാർഗങ്ങളൊക്കെ ഷാജിസ്വാമി പറഞ്ഞു തന്നു. ഇപ്പോൾ ഇങ്ങനെ പറയണം, 3 ഭാഗത്തും ശത്രുബന്ധം. ഒരു പുരുഷനും 2 സ്ത്രീയാണ്. നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്കുള്ള ഇനിയും വരാണ്ടല്ലോ എന്ന് കേസുകൾ വേറെ ഉണ്ടെന്തോന്ന്. ഒരു സുഖം ഒരു മനസുഖം. ശ്രദ്ധിക്കട്ടോ. നല്ല കേസ് കൊടുക്കലാണ്, ബുദ്ധിമുട്ടാണ്, അപകടങ്ങളാണ്. അത് നിങ്ങൾ 3 നാളികേരം ഒഴിഞ്ഞ് കൊണ്ടുവരിക. 3 നാളികേരം ഒഴിഞ്ഞ് ഇവിടെ കൊണ്ടുതരിക. ഇവിടുന്ന് രക്ഷ ധരിക്കുക. ഇത് ചെയ്താൽ അത് അങ്ങോട്ട് അകന്നു പോകണം. പിന്നെ ഒരു തകിട് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ 14 ദിവസം ഒഴിഞ്ഞ് വീട്ടിൽ എവിടെ നിൽക്കുന്നത് അവിടെ വെക്കണം. 14 ദിവസം കഴിഞ്ഞിട്ട് കത്തിച്ച് കളയണം. ഇതും ഇത് ചെയ്താൽ ഇങ്ങോട്ട് ഇപ്പോഴുള്ള ആ രൂപം മാറും. പിന്നെ ഓലെന്തെങ്കിലും പുതുക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അന്നപ്പം എന്തെങ്കിലും ചെയ്യേണ്ടതായിരിക്കും. അത് മുൻകൂട്ടി ഇപ്പോൾ രക്ഷ അതിന് വേറെ ഒന്നാക്കി ചെയ്താൽ മതി. അത് നിങ്ങൾ 14 ദിവസം ചെയ്യാനുള്ള തകിട് തരുമ്പോൾ അതിൻ്റെ കൂടെ വേറെ രക്ഷ തരും. പിന്നെ അവരെന്ത് ചെയ്താലും കൊണ്ട് എടുക്കാത്ത രൂപത്തിൽ. കണ്ടാൽ സാത്വികനാണെന്നൊക്കെ തോന്നുമെങ്കിലും ദോഷം ചെയ്തവർക്ക് തിരിച്ചു പണി കൊടുക്കാനൊക്കെ ഷാജിസ്വാമി തയ്യാറാണ്. അത് 14 ദിവസം ചെയ്യുന്ന തകിടിൽ ചെയ്ത് തരും. ഞങ്ങൾക്ക് ചെയ്ത സാധനം അങ്ങോട്ട് തന്നെ പോക്കുക. അതാണ് അതിൽ ചെയ്യുക. അതിന് നിങ്ങൾ ദേഹത്തൊക്കെ രക്ഷയൊന്നും ചെയ്യാതെ അത് ചെയ്താൽ ചെയ്ത സാധനമൊക്കെ അങ്ങോട്ട് തിരിച്ചു പോയിക്കൊണ്ട് ശത്രുവിന് അടികിട്ട് ശത്രു വീണ്ടും നിങ്ങളെ ബന്ധിച്ചു വിടും. അതുകൊണ്ട് നിങ്ങളെ ശരീരത്തിലുള്ളത് ഒഴിവാക്കിക്കൊണ്ട് രക്ഷയാലും ധരിക്കാഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ പാടില്ല. തിരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ട്. അപ്പോൾ രക്ഷ ധരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. നിങ്ങൾ 3 നാളികേരൊക്കെ ഒഴിഞ്ഞ് കൊണ്ടുവന്നാൽ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ ദോഷം തീർത്ത് തരാം വേണമെങ്കിൽ. തകിടൊക്കെ ഇവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടാൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാക്കി വെക്കണ്ട വരുന്നുണ്ടെങ്കിൽ. ഒരു സുഖം ഒരു മനസുഖം. കോഴിക്കോട് ജില്ലയിലെ വിശ്വാസ ചൂഷകരിൽ പ്രധാനിയാണ് ആദ്യം കണ്ട വടകരത്തങ്ങൾ. രാധയും ഷാജിയുമൊക്കെ വിശ്വാസം വിറ്റ് ജീവിക്കുന്നവർ തന്നെ. മുൻപിൽ വരുന്നവരോട് വായിൽ തോന്നിയതൊക്കെ ഇവർ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ വിശ്വസിച്ച് ജീവിതം നശിക്കുന്നവർ നിരവധിയാണ്. കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച.